ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള വെപ്പൺസ് എന്ന ഒരു അടിപൊളി മൂവിയാണ്. സിനിമ ഒരു പയ്യൻ കഥ പറയുന്ന പോലെ തുടങ്ങുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ നഗരത്തിൽ വലിയൊരു സംഭവം നടന്നു. പക്ഷെ അത് ഇവിടുത്തെ പോലീസും നാട്ടുകാരും മൊത്തത്തിൽ അങ്ങ് മറച്ചു വയ്ക്കും. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്കൂളിൽ കുട്ടികളെല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോകുക. ഇത് ജസ്റ്റിൻ. ഇവളിവിടെ ടീച്ചറായി ജോലി നോക്കി തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. വളരെ സന്തോഷത്തോടെ അവൾ അവളുടെ ക്ലാസ്സിലേക്ക് വന്നു കയറി. ആകെ കൂടി ഒരേ ഒരു കൊച്ചു മാത്രം. ബാക്കി കുട്ടികൾ ആരും തന്നെ വന്നിട്ടില്ല. ഇതിന് മുൻപത്തെ ദിവസം, അതായത് പുലർച്ചെ 2:17 ഈ ക്ലാസ്സിലെ ഓരോ കുട്ടികളും അവർ തനിയെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പക്ഷികൾ പറക്കുന്ന പോലെ 2 കൈയും വിരിച്ച് വീട് വിട്ട് ഓടുന്നതാ കാണിക്കുന്നത്. കുറച്ചു ദൂരം ഓടിയതിനപ്പുറം അവരെ പിന്നെ കാണാനില്ല. വീട്ടിലെ CCTV ക്യാമറ ഉള്ളവർ ചെക്ക് ചെയ്തപ്പോഴാണ് അവർ ഏത് സമയത്താണ് വീട് വിട്ട് പുറത്തു പോയതെന്ന് മനസ്സിലായത്. അതിലുപരി ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഈ സംഭവം അറിഞ്ഞ ഉടനെ പോലീസുകാരും അവിടെ എത്തും. ഒരു കുട്ടി മാത്രം ക്ലാസ്സിൽ വന്നില്ലേ എന്ന് പറഞ്ഞില്ലേ, അവന്റെ പേരാണ് അലക്സ്. അവനോട് കുട്ടികളെല്ലാവരും പ്ലാൻ ചെയ്ത് വീട് വിട്ട് പോയതാണോ, അങ്ങനെ തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്കൊന്നും അറിയില്ലെന്ന് അവൻ മറുപടി പറയും. ഇപ്പോൾ ഇവരുടെ ക്ലാസ് ടീച്ചർ ജസ്റ്റിനില്ലേ, അവളോട് ചോദ്യം ചോദിക്കും. അവൾക്കും ഇതേപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. അങ്ങനെ ഇരിക്കെ കാണാതായ കുട്ടികളുടെ പാരൻസും ടീച്ചേഴ്സും പോലീസും എല്ലാവരും ചേർന്ന് മീറ്റിംഗ് നടത്തും. ദയവ് ചെയ്ത് ജസ്റ്റിൻ ടീച്ചറെ ആരും കുറ്റം പറയരുത്. അവളും നമ്മളെപ്പോലെ കുട്ടികളെ കാണാത്തിൽ വളരെ ദുഃഖത്തിലിരിക്കുന്നത്. അതേസമയം കാണാതെ പോയ ഒരു കുട്ടിയുടെ അച്ഛൻ, അവന്റെ പേര് ആർച്ചർ, ഭയങ്കര ദേഷ്യത്തില് ഇവളുടെ ക്ലാസ്സിലെ കുട്ടികളെ കാണാതായത്. അതെങ്ങനെയാ ഇവളുടെ മാത്രം ക്ലാസ്സിലെ കുട്ടികളെ കാണാതാകുന്നത്? ഇവളോട് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ ഉത്തരം കിട്ടും. അയാളെ അനുകൂലിച്ച് എല്ലാവരും അവളെ കുറ്റം പറയും. ഉടനെ പോലീസ് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകും. അവള് ഭയങ്കര വിഷമത്തില് 2 അടിക്കാനായിട്ട് ബോട്ടിൽ മേടിക്കാൻ ബാർ ഷോപ്പിൽ കയറും. ആ സമയം അവൾക്കൊരു ലേഡിയുടെ കോൾ വരും. ഇന്ന് രാത്രി നീ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് കേട്ട് ദേഷ്യം വന്ന് അവള് കോൾ കട്ടാക്കും. അന്ന് രാത്രി അവൾ വീട്ടിലിരിക്കുമ്പോൾ ആരോ കഥകൾ അടിക്കും. ചെന്ന് ജനലിലൂടെ നോക്കിയാൽ ആരെയും കാണാനില്ല. തിരിച്ചു നടക്കുമ്പോൾ വീണ്ടും അവളുടെ കഥകൾ ആരോ ശക്തമായിട്ട് അടിക്കും. ആരടാതെന്ന് ചോദിച്ച് അവൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ആരെയും കാണുവാനില്ല. അതേസമയം അവളുടെ കാറിൽ ആരോ മന്ത്രവാദിനെന്ന് ചുവന്ന പെയിന്റ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ട് അവൾ ആകെ മൂഡ് ഓഫ് ആകും. പിറ്റേന്ന് സ്കൂളിലെത്തി പ്രിൻസിപ്പാൾ മാർക്കസിനെ കണ്ട് കാര്യം പറയും. കൂടാതെ അലക്സിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് കേൾക്കും. എന്നാൽ മാർക്കസ് അവൾക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കില്ല. ഓൾറെഡി അവനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് പേടിച്ചിരിക്കുക. അതിന്റെ ഇടയിൽ ഇനി നീയും അവന്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിച്ച് അവനെ പേടിപ്പിക്കണ്ട. നീ വേണമെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്ത് പുറത്തെവിടെയും പോയിട്ട് വാ. വേണ്ട സാർ, ഓക്കെ താങ്ക് യു. ഇതും പറഞ്ഞ് അവൾ പുറത്തിറങ്ങിയാൽ പാരൻസും സ്റ്റുഡൻസും എല്ലാവരും ഒരുപോലെ ഇവളെക്കുറിച്ച് കമന്റ് അടിക്കുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് ഭയങ്കര സങ്കടമാകും. കാറിൽ കയറിയിരുന്ന് അവൾ തേങ്ങിക്കരയും. അവിടുന്ന് അവൾ പോയത് പോലീസിന്റെ അടുത്തോട്ടാ. അവിടെ പോയി ഇന്നലെ അവളുടെ കാറിൽ എഴുതി വെച്ച സംഭവം ഉണ്ടല്ലോ, അതങ്ങ് കംപ്ലൈന്റ് കൊടുക്കും. അതും നോക്കിയും പിടിച്ചു നിൽക്കുമ്പോൾ അതുവഴി നടന്നു പോയ ഒരു പോലീസുകാരൻ, അവന്റെ പേര് പോൾ. അവൻ അവളങ്ങ് നോക്കും. അന്ന് നൈറ്റ് അവർ 2 പേരും ബാറിൽ മീറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ ഒരുമിച്ച് വീട്ടിൽ പോയി, മുറിയിൽ പോയി, പിന്നെ അങ്ങനെ രാവിലെ അവനൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ ആൾ നേരെ സ്കൂളിലേക്ക് വെച്ച് പിടിക്കും. വൈകിട്ട് സ്കൂൾ വിടുന്നവരെ അവൾ അവിടെ വെയിറ്റ് ചെയ്യും. കുട്ടികളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകും. ആ സമയം അവൾ നമ്മുടെ അലക്സിനെ ഫോളോ ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കും. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കും. പക്ഷെ ആരും വരില്ല. ശരി, പുറകിലോടൊന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ചെന്നാൽ ജനലെല്ലാം പേപ്പർ ഒട്ടിച്ച് വെച്ച് മറച്ചിരിക്കുക. എന്നിരുന്നാലും അതിലൊരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതുവഴി എത്തി നോക്കിയാൽ ഇരുട്ടുമുറിയിൽ അവൻ്റെ അപ്പനും അമ്മയും ഇരിക്കുന്നു കാണും. ആ ഇരുത്തത്തിൽ അവൾക്ക് എന്തോ ഒരു നെഗറ്റീവ് അടിക്കും. കൂടാതെ അവൾക്ക് മനസ്സിൽ എന്തോ വല്ലാത്തൊരു ഭയം തോന്നും. ഉടനെ കാറും എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. നേരെ ചെന്ന് മാർക്കസിനോട് കാര്യം പറയും. ഞാൻ തന്നെയല്ലേ നിന്നോട് പറഞ്ഞത് അവനെ ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞ് അയാൾ അവളെ വഴക്ക് പറയും. അവിടെ നിന്ന് അവൾ ഷോപ്പിൽ പോയി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം. അതേസമയം ഒരു പെണ്ണ് അവളുടെ പുറകിൽ വന്ന് അവൾക്ക് ഒന്ന് കൊടുത്ത്, നിനക്ക് എന്താടി എൻ്റെ ഭർത്താവുമായിട്ട് പരിപാടി എന്ന് ചോദിക്കും. ഇത് നമ്മുടെ പോളിന്റെ ഭാര്യ. ഇവരുടെ ഒച്ചയും ബഹളവും കേട്ട് ഷോപ്പ് ഓണർ വന്ന് 2 പേരെയും പിടിച്ചു മാറ്റും. അന്ന് നൈറ്റ് ഇവൾ ഒരു സ്വപ്നം കാണും. അതായത് രാത്രി തനിയെ അവൾ അവളുടെ ക്ലാസ്സിലേക്ക് നടന്നു ചെല്ലും. അവിടെ കാണുന്നതായ കുട്ടികൾ എല്ലാവരും കമിഴ്ന്ന് കിടക്കുന്നു. ഇപ്പൊ നമ്മുടെ അലക്സിലെ അവൻ മാത്രം തല പൊക്കി ഒരു ചിരി ചിരിക്കും. ഇത് കണ്ട് പേടിച്ച് അവൾ ഞെട്ടി ഉണരും. തിരിച്ച് വീണ്ടും അവൾ ഉറങ്ങാൻ കിടക്കും. ആ സമയം സീലിംഗിൽ ഒരു വയസ്സായ ലേഡി ഇവളെ നോക്കിയിരിക്കുന്നു. അത് കണ്ട് അവളുടെ വയറൊന്നും അന്തും. പിന്നെ എങ്ങനെയൊക്കെയോ അവൾ ഉറങ്ങും. പിറ്റേന്ന് വീണ്ടും അവൾ നമ്മുടെ അലക്സിനെ ഫോളോ ചെയ്ത് അവൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു നിൽക്കും. അവനെ കണ്ട്, നീ വിഷമിക്കാതെ, എനിക്കറിയാം നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെ കാണാതെ ഇത്രത്തോളം വിഷമമുണ്ടെന്ന് എന്നൊക്കെ പറയും. എന്നാൽ അവൻ ദേഷ്യത്തിൽ ഇനി മേലാൽ എന്നെ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി.
അവൾ അന്ന് അവിടുന്ന് പോകാതെ കാറിൽ അവിടെ തന്നെ ഇരിക്കും. ഒരു ഘട്ടത്തിൽ അവൾ ഉറങ്ങിപ്പോയി. നേരെ ഇരുട്ടി. ഈ സമയം വീടിന്റെ വാതിൽ തുറന്ന് ഒരു സ്ത്രീ കത്തിയും കൊണ്ട് നടന്നു വരും. അവളുടെ ആ നടത്തത്തില് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവൾ കാറിന്റെ അടുത്തോട്ട് നടന്നു വരും. ഇപ്പോൾ ഇവളെ കൊല്ലുന്ന നമ്മൾ വിചാരിച്ച തെറ്റി. സ്ത്രീ കത്തി ഉപയോഗിച്ച് അവളുടെ കുറച്ച് മുടി മുറിക്കും. നമ്മൾ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ സിനിമ കാണുന്നത്. അടുത്തത് ആർച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. ഇപ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് കണ്ണു തുറന്ന് ശേഷം അയാൾ തന്റെ കൊച്ചു പോയില്ലേ അതിന്റെ CCTV വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. അടുത്ത ദിവസം കാലത്ത് അയാൾ അയാളുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സൈറ്റിലോട്ട് ചെല്ലും. സർ, ഗ്രീൻ പെയിന്റിന് പകരം റെഡ് പെയിന്റ് മേടിച്ചു വന്നിരിക്കുന്നത് എന്ന് അയാളുടെ വർക്കർ പറയും. ഓ ഓക്കെ എന്നും പറഞ്ഞ് അതും എടുത്ത് അവിടുന്ന് അയാൾ പോയത് നമ്മുടെ ജസ്റ്റിനെ ഫോളോ ചെയ്ത. അവൾ പോകുന്ന ഓരോ സ്ഥലവും ഫോളോ ചെയ്ത് അവസാനം അവളുടെ വീടിൻ്റെ അവിടെ എത്തും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അവളുടെ കാറിൽ മന്ത്രവാദിനെ എഴുതി വെച്ചത് ഇയാളാണ്. അന്ന് നൈറ്റ് വീണ്ടും അയാൾ കുട്ടി ഓടിപ്പോയ വീഡിയോ ചെക്ക് ചെയ്യും. അങ്ങനെ ഉറങ്ങാൻ കിടന്നു. കൃത്യം 2:17 അയാൾ എഴുന്നേൽക്കും. കുട്ടി ഓടിയതിന് പിന്നാലെ ആർച്ചറും ഓടും. കുട്ടി ഓടി എത്തി നിൽക്കുന്നത് ഒരു വീടിന്റെ മുൻപിലാണ്. കുട്ടിയുടെ പിന്നാലെ അയാളും കയറും ആ വീട്ടിലോട്ട്. കുഞ്ഞ് ബെഡിൽ കിടക്ക. ഇപ്പൊ അവിടെ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് നിന്ന് അയാൾ സംസാരിക്കും. പക്ഷെ കുട്ടി ഒന്നും സംസാരിക്കില്ല. ഈ സമയം നമ്മുടെ ടീച്ചറുടെ സ്വപ്നത്തിൽ കണ്ട അതേ വയസ്സായ സ്ത്രീ ഇവന്റെ മുൻപിൽ വരും. ഇതോടെ ഞെട്ടി അവൻ കണ്ണു തുറക്കും. ഇപ്പൊ നമ്മുടെ ഹീറോ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാല് അവരുടെ ഏരിയ ഫുള്ള് ചെക്ക് ചെയ്ത് ബ്ലൂ പ്രിന്റ് എടുത്ത് അവൻ അവന്റെ കുട്ടി ഓടിപ്പോയ ദിശയിലോ അത് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് ഇതുപോലെ കാണാതായ മറ്റൊരു കുട്ടിയുടെ വീട്ടിൽ പോയി നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് അന്നത്തെ വീഡിയോ കാണിച്ചു തരുമെന്ന് കേൾക്കും. പക്ഷെ കുട്ടിയുടെ അമ്മ അതിന് സമ്മതിക്കില്ല. അങ്ങനെ അവൻ അവിടെ കാറിൽ തന്നെ ഇരിക്കും. കുറച്ചു നേരത്തിനുള്ളിൽ ആ കുട്ടിയുടെ അച്ഛൻ അവിടേക്ക് വരും. അയാളുടെ കാര്യം പറഞ്ഞ് വീട്ടിലോട്ട് എൻട്രി അടിക്കും. ശേഷം വീഡിയോ ഫുള്ള് അരിച്ചു പെറുക്കി ആ കുട്ടി ഓടിപ്പോയ ആ ദിശയും അവൻ നോട്ട് ചെയ്യും. വീട്ടിൽ വന്ന് ഇതെല്ലാം മാർക്ക് ചെയ്തപ്പോൾ ഈ കുട്ടികൾ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്ഥലം ഏതാണെന്ന അന്വേഷണത്തിലാണ് നമ്മളാള്. അങ്ങനെ തേടി പോകുന്ന വഴിയിൽ നമ്മുടെ ജസ്റ്റിന്റെ കാറ് പെട്രോൾ പമ്പിലേക്ക് പോകുന്നത് കാണും. ഉടനെ ഇവനും അവിടേക്ക് വച്ചു പിടിക്കും. ചെന്നപാടെ തന്റെ കൊച്ചിനെ കാണാതായത് ഈ ജസ്റ്റിൻ കാരനായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ അങ്ങ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം അവരുടെ പ്രിൻസിപ്പാള് അതായത് മാർക്കസ് മുഖം ഫുള്ള് രക്തത്തിൽ കുളിച്ച് ഇവരെ നോക്കി ഓടി വരുന്നു. ആ കാഴ്ച കണ്ട് അവളൊന്ന് ഷോക്കാകും. വന്ന പാടെ നേരെ അവളുടെ കഴുത്ത് പിടിച്ച് അവളെ കൊല്ലാൻ നോക്കും. ഇത് തടയാനായിട്ട് ആർച്ചർ ശ്രമിക്കും. ഇത് കണ്ട് ദേഷ്യം വന്ന മാർക്കസ് അവനെയും കൊല്ലാൻ ട്രൈ ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്തത് പോളിന്റെ സൈഡിൽ നിന്നുള്ള കഥയെ കാണിക്കുന്നുണ്ട്. പോൾ അവന്റെ ഭാര്യയോട് സംസാരിക്കാം. പക്ഷെ ആ സംസാരം അത്ര നല്ല രസത്തിലല്ല പോകുന്നത്. അങ്ങനെ അവൻ അവിടുന്ന് വണ്ടി എടുത്തു പോകുമ്പോൾ സംശയാസ്പദമായ രീതിയിൽ ഒരു പൈൻ റോഡ് ക്രോസ് ചെയ്തു പോകുന്നത് കാണും. പോള് അവനെ ഫോളോ ചെയ്യും. അവനിപ്പോൾ വീടിന്റെ കതക് കള്ളത്തരത്തിൽ തുറക്കാൻ നോക്കുന്ന കാണിക്കുന്നത്. ഉടനെ പോള് കാറിൽ നിറങ്ങി വന്ന് അവനെ പിടിച്ചു വെച്ച് ഫുള്ള് പരിശോധിക്കും. അവന്റെ പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന നീഡില് നമ്മുടെ പോളിന്റെ കയ്യിൽ കുത്തും. അവന് നല്ല ദേഷ്യം വരും. ഇവൻ എങ്ങനെ നടക്കുന്ന ആളാണെന്ന് ഇവനെ പറയാൻ പറ്റില്ലല്ലോ. വല്ല എയ്ഡ്സോ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. ഇതിനാൽ ദേഷ്യം വന്ന് അവനൊന്ന് ആഞ്ഞൊരു പെടപെടയ്ക്കവനെ. അത് കൊടുത്ത് കാറിൽ കയറിയപ്പോഴാണ് പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് കാറിലെ ക്യാമറ ഓൺ ആയിട്ടിരിക്കുന്നത്. അത് കണ്ട് അവന് അതിലേറെ ടെൻഷനാകും. വേഗം ഒന്നും അറിയാത്ത പോലെ അവൻ്റെ അടുത്ത് പോയി, ഇനി മേലെ നിന്നെ ഇവിടെ കണ്ടുപോകരുത്, ഈ സംഭവം കംപ്ലൈൻറ്റ് പറയാനായിട്ട് നീ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് പോലും വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകും. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തൻ്റെ സീനിയർ ഓഫീസറിനോട് കാര്യം പറയും. അയാൾ നമ്മുടെ പോളിൻ്റെ അമ്മായിപ്പനാ. പോൾ, ഇത് തൊപ്പി പോകുന്ന കേസാ. അവൻ എവിടെ പോയി കംപ്ലൈൻറ്റ് പറയാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. അതേസമയം ജസ്റ്റിൻ്റെ മെസ്സേജ് അവന് വരും. അങ്ങനെ അന്ന് നൈറ്റും അവൻ ജസ്റ്റിൻ്റെ കൂടെ സമയം ചെലവിടും. പിറ്റേന്ന് കാലത്ത് വീട്ടിലെത്തിയ പോള് ഇന്നലെ നൈറ്റ് ജസ്റ്റിൻ്റെ കൂടെ സ്റ്റേ ചെയ്തെന്ന് മനസ്സിലാക്കിയ അവൻ്റെ ഭാര്യ ദേഷ്യപ്പെടും. അതിനുശേഷമുള്ള അവളുടെ പ്രവൃത്തിയാണ് നമ്മൾ ഇതിനു മുമ്പ് ബാർ ഷോപ്പിലെ ജസ്റ്റിൻ ഇവളെ അടിക്കുന്നത് കാണുന്നത്. മൊത്തത്തിൽ അപ്സെറ്റായി പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴാണ് ഇവൻ അടിച്ചൊതുക്കിയ കള്ളൻ പോലീസ് സ്റ്റേഷൻ നോക്കി വരുന്നത് കാണുന്നത്. ഇത് കണ്ട് ടെൻഷനായി പോള്, എടാ നിന്നോടല്ലേ ഇവിടെ വരരുതെന്നും പറഞ്ഞ് കാർ എടുത്ത് അവനെ തുരത്തി ഓടിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ കാർ എടുത്ത് പോകുമ്പോഴേ നമ്മുടെ ആൾ ക്യാമറ ഓഫ് ആക്കിയിട്ടുണ്ടാകും. അവൻ പോളിനെ കണ്ടപ്പോൾ തന്നെ പേടിച്ചോടിയിട്ടുണ്ടാകും. ഇനി കള്ളൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവൻ കാടിന് നടുവിൽ ഒരു ടെൻ്റ് അടിച്ച താമസിക്കുന്നത്. കഞ്ചാവ്, MDMA അങ്ങനെ എല്ലാത്തിൻ്റെയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ ആളുടെ കയ്യിലുണ്ട്. ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുക. മേടിക്കാനാണെങ്കിൽ 10 പൈസ ഇല്ല. ഉടനെ ഫ്രണ്ടിനെ വിളിച്ച്, എടാ എനിക്ക് നാളെ പുതിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പോകാനായിട്ട് ഡ്രസ്സും ഷൂസും ഒന്നുമില്ലടാ, പ്ലീസ് കുറച്ച് കാശ് അയച്ചു തരുമെന്ന് ചോദിച്ചു പോകുന്ന വഴിയിൽ എല്ലാ കാറിൻ്റെ ഡോറ് ടക്ക് ടക്കെന്ന് തുറക്കാൻ നോക്കിയിട്ടാണ് പോകുന്നത്. അവൻ ഫോൺ കട്ടാക്കിയിട്ടുണ്ടാവും. ഇവനും അത് കേട്ട് നടന്നു പോകുമ്പോൾ ഒരു കാറിൻ്റെ ഡോർ ഓപ്പണായി. ഉടനെ അതിലെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ നോക്കും. പക്ഷെ ഇവന്റെ മീതിയുള്ള സംശയം കൊണ്ട് അയാൾ അത് വാങ്ങില്ല. അങ്ങനെ അവിടെ നിറങ്ങിയ ഇവൻ പോകുന്ന വഴിയിൽ കണ്ട വീടിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ്
പോള് വന്ന സീനായത്. എന്നിട്ടും നമ്മുടെ ആള് തോറ്റു പിന്മാറിയില്ല. അടുത്തത് ഒരു വലിയ വീട് നോട്ടിട്ട് വെക്കും. അത് നമ്മുടെ അലക്സിന്റെ വീടാ. അങ്ങനെ അവൻ വീടിന്റെ മുകളിലെ നിലയിലെ ജനല വഴി അകത്ത് കയറി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യും. അവൻ ധൃതിപ്പെട്ട് പണിയെടുക്കുമ്പോഴാണ് അവിടെ 2 വലിയ ആളുകൾ ഒരു ബൊമ്മ പോലെ ഇരിക്കുന്നത് കാണുന്നത്. ഫസ്റ്റ് അവനൊന്ന് പേടിക്കും. ശേഷം ധൈര്യത്തോടെ അവരുടെ അടുത്ത് ചെന്ന് നോക്കിയാൽ കൺമിഴി ചിമ്മാതെ ഒരു സ്റ്റാച്ചു മാതിരി 2 ആളിരിക്കുന്നത്. ഇവർ ഒന്നും ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയ കള്ളൻ വീണ്ടും അവന്റെ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കാശുകാർ ബേസ്മെന്റിലും ഒന്നും വെക്കാതിരിക്കില്ലെന്ന് വിചാരിച്ച് അവൻ ബേസ്മെന്റിൽ ചെല്ലുമ്പോൾ അവിടെ നിറയെ കുട്ടികൾ. അവർ ഒന്നും മിണ്ടാതെ അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുക. ടക്കുന്ന കുട്ടികൾ അവനെ നോക്കും. ഇത് കണ്ട് പേടിച്ചു നിൽക്കുമ്പോഴാണ് അടുത്ത കുരിശ്, അതായത് അതുവരെയും സ്റ്റാച്ചുവായി നിന്നിരുന്ന 2 ആളും ഇവന്റെ അടുത്തോട്ട് വരുന്നു. ഉടനെ ഉള്ള ജീവൻ കൊണ്ട് സാധനങ്ങളും പെറുക്കി അവൻ അവിടുന്ന് സ്കൂട്ടാകും. നേരെ കടയിൽ പോയി എടുത്ത സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ ചുമരിൽ ഒരു പോസ്റ്റർ കാണുന്നത്. കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നും കാണാതായ കുട്ടികളെ കണ്ടെത്തി കൊടുക്കുന്നവർക്ക് പാരിതോഷികം കിട്ടുമെന്നും. ഉടനെ നമ്മുടെ ആള് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴാണ് പോളിനെ ഇവൻ വീണ്ടും മീറ്റ് ചെയ്യുന്നത്. പിന്നീട് അത് പ്രശ്നമാകുന്നതും. പോളിനെ കണ്ട് പേടിച്ച് കള്ളൻ ജീവനും കൊണ്ട് ഓടി എത്തിപ്പെട്ടത് കാടിന്റെ ഒത്ത നടുവിലാണ്. ഇപ്പോൾ അവിടെ നമ്മുടെ ജസ്റ്റിനും ആർച്ചറൊക്കെ കണ്ട അതേ ലേഡി ഇവനെ നോക്കി ചിരിച്ച് കൈ കാണിക്കും. പേടിച്ച് അവിടെ നോടിയ കള്ളൻ അവന്റെ ടെന്റിനുള്ളിൽ കയറി ക്ലോസ് ചെയ്യും. അതേ നേരം ടെന്റിന്റെ പുറത്ത് ആരോ വന്നിട്ടുണ്ട്. അയാൾ ടെന്റ് ഓപ്പൺ ചെയ്യാൻ നോക്കുക. പിന്നെ ഇവൻ ഒന്നും നോക്കിയില്ല. കയ്യിലുള്ള 3 സിറിഞ്ചും വെച്ച് ആരാണ് എന്താണെന്നൊന്നും നോക്കാതെ ടെന്റ് ഓപ്പൺ ആക്കി വന്ന ആളുടെ മുഖത്ത് ഒരു കുത്തു കൊടുക്കും. വന്നത് മറ്റാരുമല്ല, നമ്മുടെ പോളായിരുന്നു. അവൻ ഇവനെ നോക്കി വന്നതാ. സമ്മാനം കിട്ടിയതും നമ്മുടെ ആൾക്ക് അവന്റെ മേൽ പിന്നെയും ദേഷ്യം കൊടും. അവൻ ഇവനെ തോക്ക് ചൂണ്ടി വെടി വെക്കാൻ നിൽക്കും. അയ്യോ സർ, ഞാൻ നിങ്ങളെതിരെ കംപ്ലൈന്റ് പറയാൻ വന്നതല്ല, കാണാതായ കുട്ടികളെ കുറിച്ച് പറയാൻ വന്നതാ. അങ്ങനെ ഇവനെയും വണ്ടിയിൽ കയറ്റി പോള് പോകുമ്പോൾ, സാർ, കുട്ടികളെ കണ്ടെത്തി കൊടുക്കുമ്പോൾ അതിന്റെ പാരിതോഷികം സാറ് മുഴുവൻ എടുക്കോ അത് പാതി എനിക്ക് തരൂ. ഇതേ സമയം പോൾ എന്താ ചിന്തിക്കുന്ന വെച്ചാല് ഈ ചെറുക്കൻ അവന്റെ കയ്യിലെ സിറിഞ്ച് വെച്ചാണല്ലോ അവന്റെ മോന്തയ്ക്ക് കുത്തിയത്. ഇവനെങ്ങാനും വല്ല എയ്ഡ്സോ മറ്റു രോഗങ്ങളുണ്ടെങ്കിലോ അത് ഇവന് പകരല്ലോ എന്നുള്ള ആകെ ഒരു ടെൻഷനിലാണ് പോള്. അങ്ങനെ 2 പേരും അലക്സിന്റെ വീടിന്റെ അവിടെ എത്തിച്ചേരും. കള്ളനെ കാറിൽ തന്നെ ഇരുത്തി പോള് അകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ കയറിപ്പോയവൻ രാത്രിയായിട്ടും പുറത്തിറങ്ങി വന്നിട്ടില്ല. പോളിനെ നോക്കിയിരിക്കുക കള്ളൻ. കുറച്ചു സമയത്തിനുള്ളിൽ പോള് കതക് തുറന്ന് വന്ന് ഇവന്റെ കാലും പിടിച്ച് വലിച്ചഴിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അടുത്തത് മാർക്കസിന്റെ സൈഡിൽ നിന്നുള്ള കഥയാണ് ആരംഭിക്കുന്നത്. അവൻ സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുക. അതേസമയം ജസ്റ്റിൻ മാർക്കസിനെ കോൾ ചെയ്ത് അലക്സിന്റെ വീട്ടിൽ കണ്ട കാര്യങ്ങൾ പറയും. അടുത്ത നാള് മാർക്കസ് അലക്സിന്റെ പാരന്റ്സിനോട് വന്ന് കാണാൻ പറയും. പക്ഷെ അവന്റെ പാരന്റ്സിന് പകരം അവന്റെ മുത്തശ്ശിയാണ് മാർക്കസിന്റെ അടുത്തോട്ട് വരുന്നത്. ഈ ലേഡിയാണ് എല്ലാവരുടെയും സ്വപ്നത്തിൽ വന്നു പോയത്. അയ്യോ മാഡം, എനിക്ക് അലക്സിന്റെ പാരന്റ്സിനെയാണ് കാണേണ്ടത്, അവരോട് വരാൻ പറയും. അടുത്ത ദിവസം മാർക്കസ് അവന്റെ വീട്ടിലിരിക്കുമ്പോൾ അവിടേക്ക് ഈ ലേഡി ചെല്ലും. സർ, നിങ്ങളെ കാണാൻ നാളെ അലക്സിന്റെ അപ്പം വരും. അത് പറയാൻ ഞാൻ നടന്നാ വന്നത്. പക്ഷെ ഇവളുടെ സംസാരവും മറ്റും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാർക്കസിന് തോന്നും. പക്ഷെ മാർക്കസിന്റെ ലവർ അവൻ ആ സ്ത്രീയെ അകത്തേക്ക് സന്തോഷത്തോടെ ക്ഷണിക്കും. അകത്ത് കയറിയ സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വടിയെടുത്ത് അതിലൊരു റിബൺ ചുറ്റും. ഇത് കണ്ട മാർക്കസ് ഇത് എന്റെ റിബൺ അല്ലേന്ന് കേൾക്കും. അതേന്നും പറഞ്ഞ് വടി വെച്ച് അവളുടെ കൈ കയറും. ഉടനെ രക്തം വരാൻ തുടങ്ങി. ഇത് കണ്ട മാർക്കസിന്റെ ലവർ വേഗം ഒരു കർച്ചീഫ് എടുത്തു കൊണ്ടുവരും. അതേസമയം ടക്കെന്ന് അവൾ അവന്റെ കുറച്ച് മുടി കത്രിക വെച്ച് വെട്ടിയെടുത്തു. ഇതെല്ലാം കണ്ട മാർക്കസ് ഉടനെ പോലീസിനെ കോൾ ചെയ്യാൻ ശ്രമിക്കും. അതേ നേരം അവൾ കയ്യിലുള്ള മണിയെടുത്ത് ടിങ്ങടിക്കും. ഇതോടെ അവനൊരു സ്റ്റാച്ചു മാതിരി ഒറ്റ നിൽപ്പാ. അവളൊരു മന്ത്രവാദിനിയാ. ഇപ്പൊ കത്രിക വെച്ച് മുറിച്ചെടുത്ത മുടിയില്ലേ, അത് അവള് ഈ വടിയിൽ ചുറ്റി ഒടിച്ചതും മാർക്കസ് ലവറിന്റെ നേരെ തിരിഞ്ഞ് അവന്റെ തല അട്ടിച്ച് പൊട്ടിച്ച് അവനെ കൊല്ലും. അടുത്തത് ജസ്റ്റിന്റെ കയ്യിൽ നിന്ന് എടുത്ത മുടിയില്ലേ, അതും ഇതുപോലെ വടിയിൽ ചുറ്റി ഒടിച്ചതും മാർക്കസ് നേരെ തിരിഞ്ഞ് ജസ്റ്റിനെ തേടി പുറത്തേക്ക് ഓടി. ആ ഓടി വരുന്ന കാഴ്ചയാണ് നമ്മൾ മുൻപ് കണ്ടത്. ജസ്റ്റിനെ രക്ഷിക്കാൻ ആർച്ചർ മാർക്കസുമായി പോരാടിയില്ലേ, അത് കുറേ സമയമെടുക്കും. ആ അടിപിടിയുടെ അവസാനം ജസ്റ്റിൻ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മാർക്കസ് അവളുടെ പുറകിൽ ഓടി വരും. അതിന് തൊട്ടു പുറകിലായിട്ട് ആർച്ചറും കാർ എടുത്ത് പായും. കുട്ടികളെ പോലെ തന്നെ മാർക്കസ് കൈ വിരിച്ചാണ് ഓടുന്നത്. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് വന്ന കാർ ഇടിച്ച് മാർക്കസിന്റെ കഥ തീരും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് പോലീസിനോട് നടന്ന സംഭവങ്ങളെല്ലാം ആർച്ചർ പറയും. ശേഷം ജസ്റ്റിനോട് ചെന്ന് മുൻപ് അവളെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും സോറി പറയും. ഇപ്പൊ 2 പേരും ഇരുന്ന് ആ സ്ഥലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇനി അലക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് സ്റ്റോറി സ്റ്റാർട്ട് ആവുന്നത്. അലക്സ് ക്ലാസ് കഴിഞ്ഞ് അവന്റെ അപ്പന്റെ കൂടെ വീട്ടിലേക്ക് പോകാം. ഇന്നേരം നമ്മുടെ ബന്ധത്തിലുള്ള ഒരു മുത്തശ്ശി അവർക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് കുറച്ചു ദിവസം നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നുണ്ടെന്ന് പറയും.
അന്ന് നൈറ്റ് അവൻ ഉറങ്ങാൻ കിടന്നു. ഇന്നലെ കാറിന്റെ ശബ്ദം താഴ്ന്നു കേൾക്കും. ഉടനെ അവൻ ജനൽ വഴി എത്തി നോക്കിയാൽ ഒരു മുത്തശ്ശി അവന്റെ അച്ഛന്റെ കൂടെ കാറിൽ വന്നിറങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം പതിയെ അവൻ മുത്തശ്ശിയുടെ മുറിയുടെ കതക് തുറന്നു നോക്കിയാൽ മുത്തശ്ശി ഇവനെ നോക്കി കിടക്കുന്നു. പേടിച്ചവൻ കതക് ടക്കെന്ന് ക്ലോസ് ചെയ്യും. അടുത്ത ദിവസം ക്ലാസ്സിൽ പോയി തിരിച്ച് വീട്ടിൽ വരാൻ അപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സമയം ഒത്തിരിയായി, പക്ഷെ ഇതുവരെയും അപ്പൻ വന്നില്ല. അവസാനം അവൻ തനിയെ വീട്ടിലേക്ക് നടന്നു വരും. അകത്ത് കയറി നോക്കിയപ്പോൾ അപ്പനും അമ്മയും സ്റ്റാച്ചു മാതിരി അനങ്ങാതെ അങ്ങനെ തന്നെ ചെയറിലിരിക്കുന്നു. ഇത് കണ്ട് ഇവന് എന്തോ ഒരു പന്തിക്കേട് തോന്നും. അതേസമയം മുത്തശ്ശി വന്ന് ഹായ് മോനെ, ഇത്ര കാലമായി നിന്നെ കണ്ടിട്ടെന്ന് ചിരിച്ച് സന്തോഷത്തോടെ ചോദിക്കും. പക്ഷെ അലക്സ് മുത്തശ്ശി എൻ്റെ അമ്മയും അപ്പനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, അവർക്ക് എന്താ സംഭവിച്ചേ, എന്താ ഉണ്ടായേ? എന്നാൽ അത്രയും നേരം ചിരിച്ചു നിന്ന മുത്തശ്ശിയുടെ മുഖത്ത് ദേഷ്യം വരും. ഒന്നും ചോദിക്കണ്ട, മര്യാദയ്ക്ക് നീ മുറിയിലേക്ക് പോയിക്കോ, ഇന്ന് നിനക്ക് ഭക്ഷണമില്ല, പോ. അടുത്ത ദിവസം കാലത്ത് ഇവിടെ നടന്ന ഒരു സംഭവം നീ പുറത്ത് പറയാൻ പാടില്ലെന്ന് മുത്തശ്ശി പറയും. പക്ഷെ അവന്റെ മുഖം കണ്ടാലറിയാം അവൻ പുറത്തു പറയുന്നത്. നീ എങ്ങാനും പുറത്തു പോയി പറഞ്ഞാൽ എന്നും പറഞ്ഞ് അവളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് ഇപ്പോൾ അപ്പനും അമ്മയും അവർ സ്വയം ഫോർക്ക് ഉപയോഗിച്ച് മുഖത്ത് കുത്തി പരിക്കേൽപ്പിക്കുക. ഇത് കണ്ട് വിഷമിച്ച അലക്സ് ഞാൻ ഒന്നും പുറത്ത് പറയില്ലെന്നും പറഞ്ഞ് ഉറപ്പ് കൊടുക്കും. അന്ന് തുടങ്ങി അവൻ വളരെ സൈലന്റ് ആയിട്ടാണ് ക്ലാസ്സിൽ പോയിരുന്നത്. ഒരു ദിവസം മുത്തശ്ശിക്ക് ഒട്ടും വയ്യാതെ മോനെ, നീ നിന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയോ, അങ്ങനെ എടുത്തിട്ട് വന്നാൽ ഞാൻ ഈ വീട് വിട്ടുപോകും, നിന്റെ അപ്പനമ്മയും പഴയതുപോലെ തന്നെയാകും. ഇവനും ഇത് കേട്ട് ശരിയെന്നും പറഞ്ഞ് എല്ലാ കുട്ടികളുടെയും ഓരോരോ സാധനങ്ങൾ ഇവളുടെ കയ്യിൽ കൊടുന്നു കൊടുക്കും. അത് വെച്ച് അവൾ മന്ത്രം ചൊല്ലാൻ ആരംഭിക്കും. കൃത്യം 2:17 മന്ത്രത്തിന്റെ ശക്തിയോടെ കുട്ടികളെ വീടിന്റെ പുറത്ത് കൊണ്ടുവന്ന് ഇവരുടെ വീടിന്റെ ബേസ്മെന്റിലേക്ക് എത്തിക്കും. ശേഷം കുട്ടികളുടെ എനർജി മുഴുവനും മന്ത്രം ചൊല്ലി അവളുടെ ശരീരത്തിൽ കയറ്റി. നാളെ ക്ലാസ്സിൽ അലക്സ് മാത്രം ചെല്ലുമ്പോൾ എല്ലാവരും അലക്സിനെ ഫോക്കസ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് മുത്തശ്ശി അവന്റെ അപ്പന്റെ മുഖത്തുള്ള പാടുകളെല്ലാം മറച്ച് അവനെയും ഇവനെയും കൂട്ടി പോലീസിന്റെയും സ്കൂൾ മാനേജറിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി. അവനെ സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പറയാമെന്ന് പറഞ്ഞ് അവൾ അതങ്ങ് മാനേജ് ചെയ്യും. നമ്മുടെ ജസ്റ്റിനും ആർച്ചറും ഇപ്പോൾ അലക്സിന്റെ വീടിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. വീടിന്റെ അവിടെ പോലീസ് വണ്ടി നിൽക്കുന്നതിനാല് അവരാകെ ഒരു കൺഫ്യൂഷനിലിരിക്കാം. അതേസമയം വീടിന്റെ പുറത്ത് വന്ന് പോൾ ഇവരെ കൈ വീശി കാണിക്കും, ഒരു റോബോട്ടിനെ പോലെ. ഇവളും അയ്യോ ഇത് എനിക്കറിയാവുന്ന സാറാന്ന് പറഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടാളും വീടിനകത്തേക്ക് എൻട്രി അടിക്കും. വീടിനകത്ത് അലക്സിന്റെ അച്ഛനും അമ്മയും ഒരു കാവൽക്കാരെ പോലെ വാതിന്റെ മുൻപിൽ നിൽപ്പുണ്ട്. ജസ്റ്റിനെയും ആർച്ചറേയും കണ്ടതും പോളും കള്ളനും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരും. ആർച്ചർ കള്ളനെ അടിയോടടി, പക്ഷെ എത്ര അടി കിട്ടിയിട്ടും അവൻ തിരിച്ച് വീണ്ടും ഇവനെ അറ്റാക്ക് ചെയ്യാൻ വരും. അതുപോലെ പോൾ നമ്മുടെ ജസ്റ്റിന്റെ പുറകിലെ അവളെ കൊല്ലാൻ വരും. അവള് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം വെച്ച് അവനെ വിടും. ഇപ്പൊ പോൾ ജസ്റ്റിന്റെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കുമ്പോൾ അവള് കയ്യിൽ കിട്ടിയ പോളിന്റെ തോക്ക് വെച്ച് അവനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇവിടെ ആർച്ചറും കള്ളനും തമ്മിലുള്ള അടിപിടിയുടെ ഒരു ഘട്ടത്തിൽ ഇവൻ ബേസ്മെന്റിലേക്ക് വിടും. അവിടെ വെച്ച് അവൻ കുട്ടികൾ കാണും. പക്ഷെ അവരെ ആരെയും ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് നോർമലാക്കാൻ അവന് സാധിക്കില്ല. അതേനേരം ആർച്ചറിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന കള്ളനെയും ജസ്റ്റിൻ ഷൂട്ട് ചെയ്ത് തീർക്കും. ഇപ്പൊ മുത്തശ്ശി നമ്മുടെ അലക്സിന്റെ അപ്പനമ്മയും ഇവനെ കൊല്ലാനായിട്ട് മന്ത്രം ചൊല്ലി അവന് നേരെ വിടും. അവനും പേടിച്ചോടി ഒരു മുറിയിൽ കയറി. അവിടെ മന്ത്രം ചൊല്ലാൻ മുത്തശ്ശി ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഇരിക്കുന്നുണ്ട്. അതെടുത്ത് അവൻ സേഫായി ബാത്റൂമിൽ പോയി നിൽക്കും. അതുപോലെ ആർച്ചർ ബേസ്മെന്റിലെ അവന്റെ കൊച്ചിനെ തേടി നടന്നുകൊണ്ടിരിക്കുക. ഈ സമയം അവിടെ ഒളിച്ചിരുന്ന മുത്തശ്ശി ഇരുട്ടിൽ നിന്ന് അവൻ നേരെ ഒറ്റ ചാട്ടം. ശേഷം അവന്റെ തിങ്സ് എടുത്ത് അത് വടിയിൽ ചുറ്റി വെച്ച് മന്ത്രങ്ങളെല്ലാം ചൊല്ലി ജസ്റ്റിന് നേരെ ഇറക്കും. ഇപ്പൊ ആർച്ചർ ജസ്റ്റിന്റെ കഴുത്ത് പിടിച്ച് അവളെ കൊല്ലാൻ നോക്കുക. ഇപ്പുറത്ത് അലക്സ് മുൻപ് മുത്തശ്ശി വടി വെച്ച് മന്ത്രം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ മുത്തശ്ശിയുടെ വികിലെ മുടിയെടുത്ത് ഈ മന്ത്രവടിയെ ചുറ്റി ആ വടിയെടുത്ത് അവന്റെ കൈ കയറി രക്തം ഒഴുകാൻ തുടങ്ങി. ആ രക്തം വടിയിൽ തേച്ച് ടക്കെന്ന് അതോടിക്കും. ഇതോടെ എല്ലാ കുട്ടികളും അവൾക്ക് നേരെ തിരിയും. ഓടിച്ചിട്ട് അവളെ കട്ടിച്ച് കീറി കൊല്ലും. അവൾ മരിച്ചതോടെ മന്ത്രം ചൊല്ലി അവളുടെ വരുതിയിൽ വെച്ചിരുന്ന ആർച്ചറും അലക്സിന്റെ പാരൻസും കുട്ടികളെല്ലാവരും നോർമലായി. ആർച്ചറിന് അവന്റെ കൊച്ചിനെ തിരിച്ചു കിട്ടി, അവൻ ഹാപ്പി. അലക്സിന് അവന്റെ പാരൻസിനെ തിരിച്ചിട്ടി, അവനും ഹാപ്പി. പക്ഷെ നമ്മുടെ ജസ്റ്റിൻ, അവൾ മാത്രം മൂഡ് ഓഫ് ആകും. കാരണം അവളുടെ കയ്യാലെ എപ്പോഴും മരിച്ചത്. അതുകൊണ്ട് അവൾക്ക് ഒത്തിരി വിഷമാകും. ഇതോടെ ഈ സിനിമ അവസാനിക്കും. ബൈ.